ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു ഇന്ന് കറണ്ട് ഫീലിങ്സ് പേഴ്സൻ്റെ നോക്കണമെന്ന്, അതുകൊണ്ടാണ് കേട്ടോ നോക്കുന്നേ. ഇന്നലെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നമ്മൾ നോക്കിയപ്പോൾ ഒത്തിരി കമൻറ്റ്സ് വന്നായിരുന്നു. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്, വാലിഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലും കണ്ടു, പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നേ ഞാനൊരു ഓറഞ്ച് കളർ ബട്ടർഫ്ലൈനെ കണ്ടു. എനിക്ക് മുന്നിൽ ഇങ്ങനെ പറന്നു പോവുക. എന്താണ് ഓറഞ്ച് കളർ ബട്ടർഫ്ലൈ മീൻ ചെയ്യുന്നതെന്നറിയോ? യൂണിവേഴ്സ് നമുക്കൊരു സൈൻ കാണിച്ചു തരില്ലേ? എന്താണെന്നറിയോ? ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കില്ല അത്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന ഗ്രോത്തിനെയാണ് പറയുന്നത്, സ്പിരിച്വൽ എവേക്കനിങ്ങിനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്, നിങ്ങളിൽ ഒരാളാണ്. കാർഡ് ഷഫിൾ ചെയ്യട്ടെ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ, വോയിസ് നല്ല ഇഷ്യൂ ആണല്ലേ, പെട്ടെന്ന് ഭേദാവാനായിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. താങ്ക്സ് കേട്ടോ. ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവരോടും പിന്നെ കഴിഞ്ഞ ഈ ചാനലിൽ വീഡിയോസിനൊക്കെ മെസ്സേജ് ചെയ്തവരോടും ഒക്കെ താങ്ക് യു പറയുകയാണ്. വോയിസ് ശരിയായി വരുന്നുണ്ട്. ക്ലൈമറ്റിൻ്റെയും പിന്നെ റീഡിങ് എടുക്കുന്നതിൻ്റെയും റെസ്റ്റ് ഇല്ലായ്മയും ഒക്കെ തന്നെയാണ്. വോയിസിന് റെസ്റ്റ് ഇല്ല. ഒന്നാമത്തെ ഞാൻ വായാടിയാണ്, അപ്പോൾ അതും ഒരു കാരണമാണ്. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. പിന്നെയുള്ള കാർഡ്സ് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണേ. നാലാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട്. 7 കാർഡ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ചാനൽ എന്താണ്? നിംസ് 777 ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാർഡ് എണ്ണം എടുക്കണ്ടേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് ജെനുവിനാണോ, നിങ്ങളിലേക്ക് അവർ വരുമോ എന്നൊക്കെ തന്നെയാണ് കാർഡ്സ് നമ്മളോട് പറയാൻ പോകുന്നത്. അവരെന്താണ് അവരുടെ മനസ്സിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെ മൊത്തമുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. 7 കാർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒറക്കിൾ ഡെക്ക് വായിച്ചിട്ട് നമുക്ക് ടാരോ കാർഡ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്, നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേർക്ക്. അട്രാക്ഷൻ, നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് അവർക്ക്. ഇപ്പോഴത്തെ ഫീലിംഗ് ആണ്, കറണ്ട് ഫീലിംഗ് ആണ്. ഈ റീഡിങ് കാണുന്ന ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹാവിങ് ഗ്രേറ്റ് കെമിസ്ട്രി ഓർ ഏബിൾ ടു മാനിഫെസ്റ്റ് ലവ്, ഡിസയർ, പവർ, അലോ. ഈ ബന്ധമെന്ന് പറയുന്നത് അവർക്ക് വലിയൊരു കെമിസ്ട്രി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവർ കഴിയുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാർഡ്സ് പറയുന്നു. നിങ്ങൾക്ക് എന്തെന്നറിയില്ല, അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് കാരണം? അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അവർ ട്രൂ ഫീലിങ്സ് ആണ് പറയുന്നത്. അവർക്ക് നിങ്ങൾ വേണം, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നിങ്ങളിലേക്ക് അവർ വരാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്.
എന്തുകൊണ്ടോ യൂണിവേഴ്സ് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. സെക്കൻഡ് കാർഡ്, ലീപ് ഫോർവേഡ്, സൈസ് ദി മൊമെന്റ് ആൻഡ് ലെറ്റ്, കാണുന്നുണ്ടോ? ഓക്കെ, സൈസ് ദി മൊമെന്റ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ് ഫുള്ളി. മൂമെന്റ്, സ്പീഡ്, പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്, സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. ലീപ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ട് കുതിക്കുക എന്നാണ്. ഈ ബന്ധം എന്ന് പറയുന്നത് മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു നിമിഷത്തെ സ്വന്തമാക്കാൻ പറയാണ്. സ്വയം പൂർണ്ണമായി സ്നേഹിക്കൂ, സെൽഫ് ലവ് ചെയ്യൂ, അതിനു വേണ്ടിയിട്ട് അനുവദിക്കൂ. ആ ഒരു നിമിഷം മുതലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുമ്പോൾ, അവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന കാര്യമാണ് അട്രാക്ഷൻ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അവരെ ചേസ് ചെയ്യൊന്നും വേണ്ട. അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, പ്ലാൻ അഹെഡ്, prepare for a rainy day and stay flexible. Adapt, foresight, invest. മഴക്കാലത്തിനായിട്ട് തയ്യാറാവാനാണ് പറയുന്നത്. ഒരു വഴക്കമായിട്ടിരിക്കാൻ. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്, നിങ്ങളുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് മഴക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നാളും നിങ്ങളും അവരും കനലെന്ന് പറയില്ലേ, തീച്ചൂളയിലായിരുന്നു, നല്ല രീതിയിൽ വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു കനലിനെ ശമിപ്പിക്കാനായിട്ട് എന്തിനാ കഴിയുക? മഞ്ഞുതുള്ളികൾക്കേ കഴിയുള്ളൂ. ആ ഒരു മഴയ്ക്കായിട്ട് നിങ്ങളുടെ ദിവസം കാത്തിരിക്കുകയാണ്. അവിടെ നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ജീവിതത്തെ ഒരു സ്വപ്നം കാണാണ്. നിങ്ങളോട് എന്താ യൂണിവേഴ്സ് പറയുന്നത്? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അഡ്വെഞ്ചർ. ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡാണ് അഡ്വെഞ്ചർ എന്ന് പറയുന്നത്. എന്താ ഇന്ന് ആ കാർഡ് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഹാവിങ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, ട്രാവൽ, ചേഞ്ച് പ്ലാൻസ്. അപ്പോൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ റീഡിങ്? ഇന്നലെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു എനർജി ആയിരുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി തേടുകയാണ്, അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും അനുഭവങ്ങൾ തേടാനായിട്ട് തയ്യാറാവുകയാണ്, യാത്രയ്ക്കൊരുങ്ങുകയാണ്. മേ ബി നിങ്ങളും അവരും ഒരുമിച്ചായിരിക്കുമോ യാത്രയ്ക്കൊരുങ്ങുന്നത്? പറയാൻ പറ്റൂല. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഈ കാർഡ് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടെ പ്രപഞ്ചശക്തിയാണ് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിനെ പ്ലാൻ ചെയ്യുന്നത്. തടസ്സങ്ങൾ ഉണ്ടാവാം, ഇല്ല പറയണില്ല. പക്ഷേ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തും കേട്ടോ. ബേണിംഗ് ബ്രൈറ്റ്, സ്റ്റോക്ക് പേഷ്യൻറ്റ് ടു കീപ് ദ ഫ്ലെയിം ഓഫ് ലവ് അലൈവ്, ഇൻറ്റിമസി, സ്പാർക്ക്, വാംത്ത്. സ്നേഹത്തിൻ്റെ ഈ ജ്വാല നിലർത്താനായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറയാണ്. അപ്പോൾ അവർ ഈ ജ്വാല നിലർത്താനായിട്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവാം അവരെ ഒത്തിരി മിസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഡ്രീം കാണുന്നു, അതിനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒത്തിരി പേര് സ്വപ്നം കണ്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു ഫീലിങ്സ് വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ചെയ്യാണ് നിങ്ങളവർ. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എൻചാൻറ്റഡ് വിസ്പർ, ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. വണ്ടർ, ഡ്രീംസ്, പ്രോമിസ്. അപ്പോൾ അവർ പ്രോമിസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് അവർ ഒരു ചാൻസ്
പ്രണയത്തിനായിട്ടൊരു അവസരം തേടാണ്. അപ്പം നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാവുക തന്നെയാണ് ചെയ്യുന്നത്. ആ അവസരം നേടിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പ്രതീക്ഷിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ച് ബട്ടർഫ്ലൈനെ കണ്ടു എന്ന്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് തന്നെയാണ്. സ്പിരിച്വൽ അവേക്കനിങ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്, നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു മാറ്റമാണ്. എന്താണ് ആ മാറ്റം എന്ന് ലാസ്റ്റ് കാർഡ് പറയും. സ്വീറ്റ് ഹോം, മേക്കിംഗ് എ ഗുഡ് ഹോം ലൈഫ് ഫോർ സെറ്റിലിംഗ് ഡൗൺ. നോക്കൂ, മാരേജ്, ലാസ്റ്റിംഗ് ലവ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രയർ കാണുന്നുണ്ട്, നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുണ്ട്. ശരിയായതെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എല്ലാവർക്കും ഒന്നും പറയുന്നില്ല, ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബജീവിതം നയിക്കാനായിട്ട് തയ്യാറാക്കൂ, അല്ലെങ്കിൽ സ്ഥിരതാമസം ഹോമാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ. മാരേജ്, ലാസ്റ്റിംഗ് ലവ്. നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച തീരുമാനം, നിലപാട് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ മനസ്സിലുള്ള ട്രൂ ഫീലിങ്സ്. ഇന്ന് ഈ നിമിഷം ഈ റീഡിങ് കാണുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ടാരോ കാർഡ് എടുക്കാം. ആദ്യത്തെ കാർഡ് എന്താണ്? ചാരിയറ്റ്. സത്യമല്ലേ? തിരിച്ചുവരവ്, സ്പീഡായിട്ടുള്ളൊരു ആക്ഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്പീഡായിട്ടൊരു ആക്ഷനെയാണ് ചാരിയറ്റ് കാർഡ് മീൻ ചെയ്യുന്നത്. അവിടെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവർ നിങ്ങളിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓറഞ്ച് ബട്ടർഫ്ലൈനെ കണ്ടു. അത് നിങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്, സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അത് തന്നെയാണ് ഇവിടെ ടാരോ കാർഡും പറയുന്നത്. സെക്കൻഡ് കാർഡ് നോക്കാം. ഏസ് ഓഫ് വാണ്ട്. നിങ്ങൾക്കായിട്ട് അവർ ആക്ഷൻ എടുക്കുന്നു. ന്യൂ അവേക്കനിങ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഔട്ട്കംസ് എന്നാണ് പറയുന്നത്. തീരുമാനം എടുത്തു കഴിഞ്ഞു. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ബ്രേക്കപ്പിന് കാരണം, സെപ്പറേഷന് കാരണം, അവിടെ നിന്നും തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. അപ്പോൾ ടാരോ കാർഡ് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക്. ഇവിടെ 4 ഓഫ് പെൻഡക്കിളാണ്. ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ കരിയറാണ്. അവിടെ അവർക്ക് പ്രോഗ്രസ് തന്നെയാണ്. അവരുടെ ഹാർഡ് വർക്കിന് അവർക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് അത് അവർ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട്. ബാലൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ രീതിയിലും അവർക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ, നിങ്ങളെ അവർ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ്? 5 ഓഫ് കപ്സ് കാർഡാണ്. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളെ ലോസ്റ്റ് ചെയ്തപ്പോൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോയപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് 5 ഓഫ് കപ്സ് കാർഡ്. എക്സ്പീരിയൻസ് ലോസിങ് എന്നാണ് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നു. ഇമോഷൻസ് പോലും അവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാണ്. എല്ലാത്തിലും പ്രശ്നങ്ങൾ മാത്രമുള്ളൊരു ലൈഫായിരുന്നു അവിടെ. നിങ്ങൾക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ച നിമിഷം മുതൽ അവർക്ക് പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അവർക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയാണ് അവർക്ക് ഊർജം എന്ന് അവർ തിരിച്ചറിയുമ്പോൾ
നിങ്ങളിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് വരാമെന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുക? അവർക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു ഫീൽ ചെയ്തിരുന്നത്. നിങ്ങളോടുള്ള ഇമോഷൻ കുറഞ്ഞപ്പോൾ, നിങ്ങളുമായിട്ട് സെപ്പറേഷൻ വന്നപ്പോൾ ഇവിടെ അവർക്കെല്ലാം ലോസായി പോയിരുന്നു, എല്ലാം ഫ്രീസായി പോയിരുന്നു. കോൾഡാണ്, അവിടെ പ്രോഗ്രസ് ഒന്നുമില്ല, ഫീലിംഗ് സ്റ്റക്കാണ്. അവിടെ നിന്നാണ് അവർക്ക് തിരിച്ചറിവ് വന്നുകൊണ്ട് ഒരു പുതുജീവൻ വന്നു എന്ന് പറയില്ലേ? തിരിച്ചറിവ് വരുമ്പോഴല്ലേ പുതുജീവൻ വരിക. നിങ്ങളെ അവർ അന്വേഷിക്കുക. ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് കാർഡും റിവേഴ്സ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നിരുന്നു. ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുക? അവർക്ക് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം സ്വന്തം കാര്യം നോക്കേണ്ടി വന്നു. സ്വന്തം കാര്യം നോക്കിയിട്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത്. ഫ്രീസ് ചെയ്യപ്പെടാ പറയില്ലേ, സ്റ്റക്കായി നിൽക്കുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആ ഫീലിങ്സിനെ ഫ്രീസ് ചെയ്യപ്പെട്ടു, മറ്റുള്ളവരുടെ എനർജി മൂലം ഫ്രീസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് റിവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത്. രാജാവാണ് അവർ, തീരുമാനമെടുക്കാൻ കഴിവുണ്ട്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഉപദേശം നൽകുമ്പോൾ ഒരു രാജാവാണെങ്കിൽ പോലും എന്താണ്, തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നു, ഫ്രീസായി പോകുന്നു. സ്വയം കാര്യം സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, സെൽഫ് കെയർ ചെയ്തുകൊണ്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തുടക്കത്തെ യൂണിവേഴ്സ് കാണിക്കുന്നത്. പിന്നീട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ കണ്ണീര് പ്രപഞ്ചശക്തി കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് എന്തുകൊണ്ടുവന്നു? അവരുടെ സ്നേഹം കൊണ്ടുവന്നു, തിരിച്ചറിവ് കൊണ്ടുവന്നു. അപ്പോഴാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഹാപ്പിനെസ്. നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ 9 ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട്, മറ്റുള്ള വ്യക്തികളല്ല എൻ്റെ ജീവിതത്തെ തീരുമാനമെടുക്കേണ്ടത്, എൻ്റെ ജീവിതം എൻ്റെയാണ്, എൻ്റെ ഡിസിഷനാണ് അവിടെ വാല്യൂ. ഇവിടെ ഈ ഒരു ജീവിതത്തിൽ എൻ്റെ പേഴ്സൺ എന്നോട് കൂടെ വേണമെന്ന് അവർ തീരുമാനിക്കുന്ന ആ ഒരു നിമിഷം മുതൽ അവരിലേക്ക് വന്നിട്ടുള്ള കാര്യം മെറ്റീരിയൽ ഹാപ്പിനെസ് ആണ്. അവർ ആഗ്രഹിച്ച എല്ലാ പോസിറ്റീവ് എനർജി അവരിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? തിരിച്ചറിവ് വന്നപ്പോൾ. ആ തിരിച്ചറിവ് എങ്ങനെയാണ് വന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ പോസിറ്റീവ് തിങ്കിങ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, എങ്ങനെ? മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്. ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പ്രോസസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറ്റം സംഭവിച്ച് ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? അതെ, അതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ പ്രപഞ്ചശക്തിയുണ്ട്. അവരുടെ ട്രൂ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഫ്രീസായി പോയപ്പോലെ. പിന്നീട് ഒരു മാറ്റാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏസ് ഓഫ് കപ്സ് കാർഡാണ്. ഇത് എന്താ ഞാൻ പറയണ്ടേ? അവർ കപ്പ് നിറയെ സ്നേഹമാണ് നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലേക്ക് പോസിറ്റീവ് കാർഡ് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ഇനി എന്താണ് പറയേണ്ടത് നോക്കൂ. ഏസ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ട്രൂ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നു. ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നു. ന്യൂ ഫൗണ്ട് ഇമോഷൻ, പുതുതായിട്ട് അവർക്കൊരു ഊർജം കിട്ടിയതുപോലെ ഫീൽ ചെയ്യാണ്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ്. ഇവിടെ അവരുടെ ഹേർട്ട് പറയുന്നതാണ് അവർ ചെയ്യുന്നത്. അവേക്കനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവരുടെ ഹേർട്ട് നിറയെ സ്നേഹമാണ്. ആ ഒരു കപ്പ് നിറയെ സ്നേഹമാണ്. എങ്ങനെയാണ് ആ ഒരു കപ്പ് നിറയെ സ്നേഹത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്ന്
ഓരോ കാർഡ്സും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്റ്റക്കാണ്, ഫ്രീസാണ്, കോൾഡാണ്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന സിറ്റുവേഷൻസിനെയാണ് 3 കാർഡും പറയുന്നത്. ഇമോഷൻസ് ഉണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷേ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട്. അവരുടെ പ്രവൃത്തി തന്നെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഫ്രീസായി പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയിലെ പോസിറ്റീവിനെ ചിന്തിക്കുമ്പോൾ അവർ ചാരിറ്റ് തിരിച്ചു വരുന്നു. സ്പീഡായിട്ടുള്ള ആക്ഷൻ, തുടക്കം. ഇവിടെ ഏസ് ഓഫ് വാൻസ് കാർഡും ഏസ് ഓഫ് കപ്സ് കാർഡും എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ തുടക്കം തന്നെയാണ്. മുൻപ് എങ്ങനെയായിരുന്നു ഈ റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്, അതിനേക്കാളും ഒരു പടി മേലേക്ക് ഈ റിലേഷൻഷിപ്പ് പ്രോഗ്രസ്സിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ്? പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ. അവിടെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് അവർക്കും സാധിച്ചിട്ടില്ല, തിരിച്ചും അങ്ങനെയാണ്. ഇന്ന് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളെന്ന വ്യക്തി പോസിറ്റീവ് എനർജിയുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ ലൈഫ് അവരുടെ ഫുള്ള് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് എൻഡ് വരെ നിങ്ങൾ വേണം. കാരണം ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഹോമാണ്, അത് ഫ്യൂച്ചറാണ്, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് അവരുടെ പ്ലാൻ. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.